കുറേ ദിവസമായി നമ്മൾ ഡെയിലി വ്ളോഗൊക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ ഇട്ടിട്ട് തന്നെ ഒരു 10 ദിവസത്തോളം അതിന് മേലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു മിനി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഉച്ച മുതലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് എന്നത്തെയും പോലെ നമുക്കിന്ന് സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് മീൻ കറി, പിന്നെ അതിലോട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അത് കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് മീൻ കറിയും പിന്നെ അതിലോട്ട് ഇതാ കോഴിമുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ ശരിയാവുമോ ഇല്ലെന്നൊന്നും അറിയില്ല, എന്നാലും നമ്മളത് കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഒരു 3 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഇത് അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും ഷാനയും കൂടെ പകുതി, പിന്നെ എനിക്ക് ഒത്തിരി കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കും കേട്ടോ, മിന്നിനും കൊടുക്കാനുള്ളതല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഷാന ഇവിടെ ഒരു സിനിമ കണ്ടുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്ന് കഴിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും മിന്നും ഇതാ ഹാളിൽ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ മിന്നുവിനിപ്പോൾ ഇങ്ങനെ മറ്റേത് മടിയിലിരുത്തി കഴിഞ്ഞാലാണ് അവളിങ്ങനെ നമ്മളടുത്തേക്ക് ഇങ്ങനെ മടിയിലിരിക്കാനായിട്ട് വരും കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല, അടുത്ത് കസേരയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ പ്ലാസ്റ്റിക്കും പൊട്ടിയതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം അവർ വരുമ്പോൾ കളക്ട് ചെയ്ത് കൊടുക്കാനുള്ളതല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ റെഡിയാക്കി വെച്ചു. ഇപ്പോൾ പിന്നെ പറയാതെ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ മൂവിയൊക്കെ കണ്ടിട്ട് ഇതാ ചോറിൻ്റെ വഴി അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പറയാതെ തന്നെ മഴ ആയതുകൊണ്ട് തന്നെ വണ്ടിയൊക്കെ വേഗം ഞാൻ കയറ്റി നിർത്തിയിട്ടോ. അപ്പോൾ ഇത് ഞാൻ രാവിലെ പോയി വന്നപ്പോൾ അങ്ങനെ നിർത്തിയിട്ടതായിരുന്നു. അവിടെ ഇത്തിരി തണലുണ്ടാവും നമുക്ക് ഉച്ച സമയത്ത് കേട്ടോ. പിന്നെ ഒരു ഭാഗത്തോട്ട് മാറ്റിയിട്ടിട്ട് ഇതൊക്കെ മൂടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മേലെ ഷീറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു പണിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മളെ റെഡ് റോസ് ഇങ്ങനെ നന്നായിട്ട് തന്നെ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ രാവിലെ മുതൽ പറയുന്നതാണ് ക്രോപ്പ് ടോപ്പ് അടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു 3 മീറ്റർ നൈറ്റി വിറ്റിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഫുള്ളായിട്ട് വേണമെന്നില്ല. ഇനിയിപ്പം കുറച്ചും കൂടെ ബാക്കിയുണ്ട്, അതുകൊണ്ട് മിന്നുവിനും അടിക്കാം. അപ്പോൾ അവൾക്ക് തൽക്കാലം ഒരു ചെറിയൊരു ക്രോപ്പ് ടോപ്പ് അങ്ങോട്ട് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇടയ്ക്കാണ് ഇങ്ങനത്തെ മൂടും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ചില സമയത്ത് നമ്മൾ അടിക്കാൻ അങ്ങോട്ട് ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വീക്ക് മൊത്തം നമ്മൾ ടൈലറിങ് തന്നെ സ്റ്റിച്ചിങ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീനൊക്കെ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു മെഷീൻ ഒരു സ്പീഡ് കമ്മിയുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ ഇതിൽ തയ്ച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ പഴയ നോർമൽ മെഷീനിലോട്ട് തന്നെ പോയിട്ടാണ് തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിയിൽ ഒരു പ്ലീറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് മുന്നേ അവളുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ. പിന്നെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും എടുത്തിട്ട് പിന്നെ പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ വി ഷേപ്പും ബാക്കിൽ റൗണ്ട് ഷേപ്പും പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക പ്ലീറ്റഡ് ക്രോപ്പ് ടോപ്പാക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവേശം മൂത്തിട്ട് ഇതാ കുറേ ഇട്ട് നോക്കിയിട്ട് ഇങ്ങനെ സ്റ്റൈലൊക്കെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ അത് നല്ല മഴയുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.